രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, സ്വർണ്ണമോഷണ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ്. ശബരിമല സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം ബോർഡ് രേഖകൾ പിടിച്ചെടുത്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് അടക്കം പിടിച്ചെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് നീക്കം. ഉത്തരവാദിത്തത്തിൽ നിന്ന് ബോർഡിന് ഒഴിഞ്ഞുമാറാൻ ആകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതോടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ രാജി ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സഹായി അനന്ത സുബ്രഹ്മണ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായാണ് സൂചന. രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം പൂർത്തിയായ ശേഷം വിശദമായ തെളിവെടുപ്പിനായി പോറ്റിയെ പത്തനംതിട്ടയിൽ എത്തിക്കുകയും ചെയ്യും. കസ്റ്റഡി കാലാവധി പൂർത്തിയാകും മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിൽ ആണ് പ്രത്യേക അന്വേഷണ സംഘം. ഡാൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഡാൻ, രാഷ്ട്രീയമായി പ്രസിഡന്റിന്റെ രാജി ആവശ്യം ശക്തമാക്കുകയാണ്. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ അന്വേഷണത്തിന്റെ പുരോഗതി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. കാരണം ഇന്നലെ നിലവിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി പരിഗണിക്കുകയും ആ റിപ്പോർട്ടിന്മേൽ ഉള്ള വിലയിരുത്തൽ എന്ന നിലയിൽ ഈ ദേവസ്വം ബോർഡിനടക്കം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു. നിലവിൽ ഈ സംഭവം പുറത്തു വരുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ കുത്തഴിഞ്ഞ സമ്പ്രദായങ്ങൾ, കണക്കുകളും കാര്യങ്ങളും ഒന്നിനുമില്ലാത്ത അനാസ്ഥ, അത്തരം വിഷയങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ അനാസ്ഥയും കുത്തഴിഞ്ഞ സംവിധാനവുമൊക്കെയാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കടത്തിന് വഴിവെച്ചത് എന്നതിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുവെങ്കിൽ അത് അങ്ങേയറ്റം ഗുരുതരമാകില്ലേ? ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഗുരുതരമായ പരാമർശം ഉണ്ടാകാനിടയായ സാഹചര്യം ഇന്നലെ സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രതിനിധി SP ശശിധരൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിനപ്പുറത്തേക്ക് വലിയൊരു സംഘത്തിന് അല്ലെങ്കിൽ ഉന്നതർക്ക് ഈ ഇടപാടുകളിൽ ബന്ധമുണ്ട് എന്ന സൂചന നൽകുന്ന രേഖകളാണ് ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിലുണ്ടായ വിവാദങ്ങളിൽ ഒരിക്കലും ദേവസ്വം ബോർഡിന് കൈകഴുകാനാവില്ല, ഈ ഭരണസമിതിക്ക് കൈകഴുകാനാവില്ല, ഒഴിഞ്ഞു മാറാനാവില്ല എന്നൊരു വിലയിരുത്തൽ കോടതിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് ഏതെങ്കിലും വിധത്തിൽ PS പ്രശാന്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞു വെച്ചിട്ടില്ല. പക്ഷേ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് തന്നെയാണ് പരാമർശം. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ഇടപെടലുകളെ കുറിച്ചടക്കം വിശദമായ പരിശോധനകൾ നടക്കും. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിലടക്കം നമുക്ക് നിലനിൽക്കുന്ന പരിമിതികൾ. ആ ഒരു പശ്ചാത്തലത്തിൽ പെരിഫറലായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയായ അനന്ത സുബ്രഹ്മണ്യനെ ചോദ്യം ചെയ്തിരുന്നു. അനന്ത സുബ്രഹ്മണ്യൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ചില വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്, മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഈ സ്വർണ്ണപ്പാളിയും ഈ സ്വർണം മോഷ്ടിക്കപ്പെട്ട സ്വർണത്തിന്റെ ഒരു പങ്ക് ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്, അത് മറ്റ് പലർക്കും കൈമാറിയിട്ടുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലാണ് ഈ മൊഴിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതടക്കം ആരൊക്കെയാണ് ഈ സ്വർണം കൈമാറിയത്, ആർക്കൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഒരുപക്ഷെ അത് സംബന്ധിച്ച സൂചനകൾ ഇന്നലത്തെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം വലിയ തരത്തിൽ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതാണ്, അതായത് ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ കഴിഞ്ഞ ദിവസം കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നു. ബോർഡിന് ഇതിൽ നിന്ന് കൈകഴുകി മാറി നിൽക്കാനാവില്ല എന്ന നിരീക്ഷണത്തിലേക്ക് എത്തുന്നു. മാത്രവുമല്ല, ഇങ്ങനെ അതായത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു വ്യക്തി വിചാരിച്ചാൽ ശബരിമല പോലെ ഉള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കടത്താൻ സാധിക്കുമോ എന്ന ഒരു സാമാന്യമായ ചോദ്യം ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് സാധിച്ചത്, ആരൊക്കെയാണ് ഇതിന് സഹായം ചെയ്തത് എന്നത് സ്വാഭാവികമാണ്. അപ്പോഴും ഇത് ഏത് കാലഘട്ടത്തിലാണ് എന്നതിലൊന്നും വ്യക്തതയില്ല എന്ന ഡിഫൻഡ് ആണ് സർക്കാർ സംവിധാനത്തിൽ നിന്ന് വരുന്നത്. അന്വേഷണം നടക്കുകയല്ലേ എന്ന ചോദ്യം ചോദിക്കുന്നു. ഞങ്ങൾ ആരെയും സംരക്ഷിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം ദേവസ്വം എന്നത് ഒരു ബോഡിയാണ് എന്നും അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ സർക്കാർ ഇടപെടുന്നില്ല എന്നും ഒക്കെയുള്ള പ്രതിരോധങ്ങളാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പ്രതിരോധങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ എത്രത്തോളം കരുത്തായി നിലനിർത്തി പോകാൻ ഭരണകൂടത്തിന് സാധിക്കും, പ്രത്യേകിച്ച് ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടവേളകളിൽ സർക്കാരിനും ബോർഡിനുമൊക്കെ തട്ടുകിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ.
അതായത് നമുക്ക് അതിനെ ഒരു ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പരാമർശങ്ങളെ നമുക്കൊരു അന്തിമമായ ഒരു നിരീക്ഷണമായിട്ട് കരുതുക വയ്യ. അന്വേഷണം അതിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കോടതി ആ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇനി 2 or 3 ഇടക്കാല റിപ്പോർട്ടുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയേക്കാം. ഏറ്റവും കുറഞ്ഞത് 2 റിപ്പോർട്ടുകളെങ്കിലും സമർപ്പിച്ചേക്കാം. അതായത് അടുത്ത 10 ദിവസത്തിന് ശേഷമായിരിക്കും അടുത്ത റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനോടകം ഈ ദേവസ്വം ബോർഡിലെ ആരോപണ വിധേയരായ ജീവനക്കാരെ അടക്കം വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കാം ആ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കാത്തിരിക്കൂ എന്ന് പറഞ്ഞ 6 ആഴ്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കം ദേവസ്വം മന്ത്രി VN വാസവൻ അടക്കം ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിച്ചത് 6 ആഴ്ച ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കൂ, അതിനുശേഷം എന്താണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് നിങ്ങൾ ക്രൂശിക്കുമെന്നായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. എന്തായാലും ആ 6 ആഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ് രാഷ്ട്രീയ കേരളം മുഴുവൻ കാത്തിരിക്കുന്നത്. കാരണം 6 ആഴ്ചയ്ക്ക് ശേഷം സമഗ്രമായി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി LDF-നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലോ PS പ്രശാന്തൻ ഉൾപ്പെടെയുള്ളവരെ വ്യക്തിപരമായി പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും പരാമർശങ്ങൾ ആ റിപ്പോർട്ടിലുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ കോലാഹലങ്ങൾ ചെറുതായിരിക്കില്ല. എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന നിരീക്ഷണം വെളിച്ചം വീശുന്നത് ഉദ്യോഗസ്ഥർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഭരണസമിതി ഉൾപ്പെടെയുള്ളവർ തയ്യാറാകേണ്ടി വരും, നിർബന്ധിതരാകുമെന്ന സൂചന നൽകുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഷ്ട്രപതിയുടെ സന്ദർശനം പൂർത്തിയാകുന്നതിന്, ശബരിമലയിലെ സന്ദർശനം പൂർത്തിയാകുന്നതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായ തെളിവെടുപ്പിനും മറ്റുമായി പത്തനംതിട്ടയിലേക്ക് ഉൾപ്പെടെ എത്തിക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. യെസ്, തീർച്ചയായും ശബരിമല ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ഒരു ക്ഷേത്രമാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ അത് ആത്യന്തികമായി സർക്കാർ സംവിധാനത്തിന് കീഴിൽ തന്നെയാണ്, സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന കൊള്ളകൾക്ക് ആ ഭരണകൂടത്തിന് കൈകഴുകി മാറി നിൽക്കാനാവില്ല. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. വിശ്വാസികളുടെ പണം ആണ് ഇത്തരത്തിൽ കൊള്ളയടിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഭരണകൂടത്തിന് ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന് കോടതി കൂടി പറഞ്ഞു വെക്കുന്നത്.